ഹലോ ഗായ്സ്, നമുക്കിന്ന് ഒരു ഈസി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം. ഇതിനായിട്ട് 1 കിലോ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ അല്പം കോഴി മസാല, പാകത്തിന് ഉപ്പ്, ഒരു അരമുറി നാരങ്ങ നീര്, ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കുക. ഇതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ആഡ് ചെയ്യാം. ശേഷം ഇത് എല്ലാം കൂടി നല്ലതുപോലെ ചിക്കനിലാവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു അരമണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷം നമുക്ക് ഒരു ചട്ടിയിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ഈ എണ്ണ നല്ല പാകമായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ ചിക്കൻ പീസസും ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് കറി വയ്ക്കുന്നത്. ഈ ചിക്കൻ പീസസിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വരണം. കാരണം നമ്മളിത് കറിയിലിട്ടിട്ട് പിന്നെ അധിക സമയം വേവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലെല്ലാം നല്ലതുപോലെ വെന്തിട്ട് വരണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ചിക്കൻ പതുക്കെ വേവിച്ചെടുക്കണം. ആദ്യം ഒരു സൈഡ് മുഴുവൻ നല്ലതുപോലെ വെന്തു മൊരിഞ്ഞ് വരുമ്പോൾ നമ്മളിത് പതിയെ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും നമ്മൾ മാറ്റി മാറ്റി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇത് വേവിച്ചിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പതുക്കെ എടുത്തിട്ട് മാറ്റാം. അതിന് ശേഷം നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മളൊരു 4 സവാള, ഇത് മീഡിയം സൈസ് സവാളയാണ്, ഒരു 4 സവാള എടുത്ത് നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കണം. ഇതൊന്ന് നല്ലതുപോലെ വഴന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ഒരു 3 പച്ചമുളക്, അല്പം പുതിനയും മല്ലിച്ചപ്പും കൂടി മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതൊരുവിധം ആയി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 2 തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ പൊടികളുടെ എല്ലാം പച്ചച്ചുവ മാറുന്ന വരെ നമ്മൾ നല്ലതുപോലെ ഇത് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നു എന്ന് തോന്നുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യുക. ഇതൊരു 4-5 ടേബിൾ സ്പൂണോളം തൈരുണ്ട്. നമ്മൾ ഈ തൈര് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പുളിപ്പില്ലാത്ത തൈര് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം ചേർക്കുക. ഇതൊരു ലൂക്ക് വാം വാട്ടറാണ്. 2 കപ്പോളം വെള്ളം ചേർത്തിട്ട് ഈ ഗ്രേവി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിൽ ചെറുതായിട്ട് തിള വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി എല്ലാം ചിക്കൻ പീസസിലൊക്കെ ആവുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിന് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചിക്കൻ ഓൾറെഡി കുക്കായതാണ്. സോ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് അല്പം മല്ലിയില കൂടി ഇടാം. അതോടെ നമ്മുടെ കറി